ഗവർണർക്ക് ഇനി കേന്ദ്ര സർക്കാർ സുരക്ഷ. Z+ കാറ്റഗറി സുരക്ഷ ഗവർണർക്കും രാജ്ഭവനും ഒരുക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി അഖിൽ പാലൂട്ട് മടം ചേർന്നുണ്ട്. അഖിൽ, എങ്ങനെ നോക്കിക്കാണാം? ഒരു ഗവർണർക്ക് നേരിടേണ്ടി വരാത്ത സാഹചര്യത്തിലേക്ക് പോകുമ്പോഴാണ് ഇപ്പോൾ ായി കേന്ദ്ര നടപടി ഉണ്ടായിരിക്കുന്നത്. കേന്ദ്രത്തിൽ നിന്നും രാജ്ഭവനെ അറിയിച്ചിരിക്കുകയാണ്. ഇനി മുതൽ ഈ നിമിഷം മുതൽ കേന്ദ്രത്തിന് ഈ കേരളത്തിലെ രാജ്ഭവനും കേരളത്തിലെ ഗവർണർക്കും Z+ കാറ്റഗറിയിലായിരിക്കും ഇനി സുരക്ഷ ഒരുക്കുക. അതായത് അദ്ദേഹം ഇനി തിരുവനന്തപുരത്തേക്ക്, അതായത് ഇപ്പോൾ കൊല്ലത്തെ പരിപാടി കഴിഞ്ഞിട്ട് കൊട്ടാരക്കരയിലെ പരിപാടി കഴിഞ്ഞ് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹത്തിനുള്ളത് തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ ഒരു പരിപാടിയാണ്. അതിനു മുമ്പായി തന്നെ അദ്ദേഹം രാജ്ഭവനിൽ പോയിട്ടായിരിക്കും ചിലപ്പോൾ ഇറങ്ങുക. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ രാജ്ഭവനിൽ കയറി ഇറങ്ങുന്നത് മുതൽ അദ്ദേഹത്തിന് Z+ കാറ്റഗറിയിലായിരിക്കും സുരക്ഷ ഒരുക്കുക. Z+ കാറ്റഗറി നമുക്കറിയാവുന്നതുപോലെ 55ഓളം വരുന്ന പോലീസ് കമാൻഡോമാരുണ്ട്, CRPF കമാൻഡർമാരുണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ 10 സ്പെഷ്യൽ ഫോഴ്സ് അംഗങ്ങൾ ഉണ്ടായിരിക്കും. പിന്നെ അതിന്റെ ഒപ്പം തന്നെ ആംഡ് ഫോഴ്സും അതോടൊപ്പം തന്നെ പോലീസ് സംവിധാനവും ഉണ്ടായിരിക്കും. അങ്ങനെ ഇനി Z+ കാറ്റഗറിയിലായിരിക്കും കേരളത്തിന്റെ ഗവർണർ തെരുവീതിയിലേക്ക് ഉണ്ടാവുക. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ SFIയുടെ ഇനിയുള്ള സമരങ്ങൾ കുറച്ചുകൂടി സൂക്ഷിച്ചായിരിക്കണം എന്നൊരു ഓർമ്മപ്പെടുത്തൽ ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ്. കാരണം നമ്മൾ നേരത്തെ കണ്ടതാണ്, ഗവർണർ നേരിട്ട് തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ വിളിക്കുന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സെക്രട്ടറിയുമായി നേരിട്ട് കൊട്ടാരക്കരയിൽ വെച്ച് തന്നെ, നിലമേൽ വെച്ച് തന്നെ സംസാരിക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അതുപോലെ തന്നെ രാജ്യസഭാ ഉപാധ്യക്ഷൻ, വൈസ് പ്രസിഡന്റ്, അതുപോലെ തന്നെ രാഷ്ട്രപതി തുടങ്ങിയ ആൾക്കാരൊക്കെ തന്നെ നേരിട്ട് അദ്ദേഹത്തെ വിളിക്കുന്നു. അദ്ദേഹവുമായി ആശയവിനിമയം നടത്തുന്നു. തനിക്ക് എത്രമാത്രമാണ് കേരളത്തിൽ സുരക്ഷയുള്ളത് എന്ന ഒരു സ്ഥിതിഗതികളൊക്കെ തന്നെ അദ്ദേഹം കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കണം ഇപ്പോൾ അടിയന്തരമായി കേന്ദ്രത്തിൽ നിന്നും ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോയിട്ടുണ്ടാകണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഔദ്യോഗികമായ ഓർഡർ ഒന്നും പക്ഷേ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന്, ഡൽഹിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. പക്ഷേ രാജ്ഭവന്റെ PRO ആണ് ഇപ്പോൾ ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. കേന്ദ്രം ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുണ്ട് Z+ കാറ്റഗറി ആയിരിക്കും ഇനി മുതൽ കേരളത്തിലെ ഗവർണർക്കും രാജ്ഭവനും ഉണ്ടാവുക എന്ന്. ഒരുപക്ഷെ അഖിൽ, നമുക്കറിയാം ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അല്ലെങ്കിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചകളൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ കൃത്യമായി നോക്കിക്കാണുന്നു, നിരീക്ഷിക്കുന്നു എന്നതിനുള്ള ഒരു സൂചന കൂടിയല്ലേ ഇത്? വിഷ്ണു, അങ്ങനെ തന്നെ ആയിരിക്കണം നമുക്ക് ഇതിനെ വിലയിരുത്താൻ സാധിക്കുന്നത്. കാരണം ഗവർണർക്ക് നേരെ, അതായത് ഭരണഘടനാ തലവനാണ്, ഒരു സംസ്ഥാനത്തിന്റെ ഭരണത്തലവനാണ്. അപ്പോൾ അദ്ദേഹത്തിന് എത്രമാത്രമായിരിക്കണം സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കേണ്ടത് എന്നതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അദ്ദേഹത്തിന് എത്രമാത്രമാണ് സുരക്ഷയുള്ളത് എന്ന് ഇതിന് മുമ്പ് ദിവസങ്ങളിലെ അനുഭവങ്ങളുടെ അടിസ്ഥാനം കൂടി മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ദ്രുതഗതിയിൽ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീരുമാനമെടുത്തിരിക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നത്. കാരണം കഴിഞ്ഞ 2 തവണ അദ്ദേഹത്തിന്റെ വാഹനത്തിന് നേരെ തന്നെ ഒരു അക്രമം ഉണ്ടാകുന്നു. കഴിഞ്ഞ തവണ വാഹനത്തിന് നേരെ തിരുവനന്തപുരത്ത് വെച്ച അക്രമം ഉണ്ടാകുമ്പോൾ ഏകദേശം 76,000 രൂപയുടെ നാശനഷ്ടങ്ങൾ ആ വാഹനത്തിന് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ വാഹനത്തിന് എതിരെ തന്നെ ഒരു ദ്രുതഗതിയിൽ ഒരു ആക്രമണം SFIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെയായിരിക്കണം ചെറുക്കേണ്ടത് എന്നതിന്റെ ഒരു നടപടിക്രമം കൂടിയായിരിക്കണം ഗവർണറുടെ ഭാഗത്തുനിന്ന്, രാജ്ഭവന്റെ ഭാഗത്തുനിന്ന് കേന്ദ്രത്തെ സമീപിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇന്ന് നിലവിലുണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട പോലീസിൽ നിന്നും അദ്ദേഹം FIR വാങ്ങുകയും അത് ഡൽഹിക്ക് അയക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം അതിൽ 164 അടക്കമുള്ള ഗുരുതരമായ ജാമ്യമില്ലാ വകുപ്പ് അടക്കമുള്ളവ ചുമത്തിയിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു FIRന്റെ കോപ്പിയും കൂടി കേന്ദ്രത്തിന് ലഭിച്ച ഒരു സാഹചര്യത്തിലായിരിക്കണം ഇത്തരത്തിൽ നടപടികൾ ഉണ്ടായിരിക്കുന്നത് എന്നതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഘട്ടത്തിൽ നമുക്കൊരു കാര്യം കൂടി ചേർത്ത് പറയാൻ സാധിക്കുന്നത്, ഇനി ഉണ്ടാകുന്ന ഒരു സമരങ്ങളിൽ ഏതെങ്കിലും തരത്തിലൊരു വീഴ്ച സംഭവിച്ചാൽ ഒരു വലിയ ഒരു സംഘർഷ സ്ഥിതിയിലേക്ക് തന്നെ പോകാൻ സാധ്യതയുണ്ട്. അല്പസമയം, ഏകദേശം 1 മണിക്കൂറിനകത്ത് തന്നെ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് എത്തും. അത് SFIയുടെ ഒരു കോട്ടയായിട്ടുള്ള ആർട്സ് കോളേജിന്റെ അടുത്തേക്ക് തന്നെയാണ് ഈ ഗസ്റ്റ് ഹൗസും ഇരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ SFIയുടെ ഒരു പ്രതിഷേധം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അല്പസമയം മുമ്പാണ് SFIയുടെ സംസ്ഥാന സെക്രട്ടറി PM മാർഷോ മാധ്യമങ്ങളെ കണ്ടു പറഞ്ഞത്, ഗവർണർക്ക് മാനസിക വിഭ്രാന്തിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി വരും മണിക്കൂറുകളിലും SFIയുടെ സമരം ശക്തമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് SFIയും വ്യക്തമാക്കിയ സ്ഥിതിക്ക് ഇനി നേർക്കുനേർ നിന്നുള്ള ഗവർണറുടെ ഒരു കളിക്ക് എന്തായാലും SFI ഒന്ന് സൂക്ഷിച്ച് പെരുമാറുന്നത് നന്നായിരിക്കും എന്നതാണ് വിഷ്ണു നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
അഖിൽ, മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് ഒരുപക്ഷെ ഇത്തരത്തിൽ പല ഗുരുതരമായുള്ള വീഴ്ചകൾ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്ന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നു. ഇപ്പോൾ ഗവർണർ തന്നെ ഇത്തരത്തിലുള്ള സുരക്ഷാ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുമ്പോഴും ഈ മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയൊക്കെ പ്രതികരണം എന്ന് പറയുന്നത് ഒരു പരിഹാസ രൂപേണയുള്ള ഒരു സംഗതി കൂടിയാണ്. ഒരുപക്ഷെ ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ഗവർണർക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ കൂടുതലും മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്നുള്ളതിൻ്റെ ഒരു ശക്തമായൊരു തെളിവ് കൂടെയല്ലേ ഇത്തരത്തിലുള്ള സംഭവങ്ങളെയല്ലേ നമ്മൾ നോക്കിക്കാണേണ്ടത്? എന്തായാലും കാരണം വിഷ്ണു അങ്ങനെ തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും. കാരണം നമ്മൾ കഴിഞ്ഞ മാസങ്ങളിൽ കണ്ട ഒരു നവകേരള യാത്രയുണ്ട് കേരളത്തിൽ. ആ നവകേരള യാത്രയിൽ ആ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച പ്രതിപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനയുടെ പ്രവർത്തകരൊക്കെ ഏത് തരത്തിലാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് അക്രമത്തിന് ഇരയാകേണ്ടി വന്നത് എന്നതൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. എന്ന് തന്നെയാലും കൃത്യമായ സുരക്ഷാ വീഴ്ച ഇവിടെ ഉണ്ടാകുന്നു സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അതിനെപ്പറ്റി യാതൊരു വിശദീകരണവും ഉണ്ടാകുന്നില്ല. ഇത്തരത്തിലുള്ള സുരക്ഷാ വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ അത് ഒരുപക്ഷെ ഗുരുതരമായ ഒരു പ്രത്യാഘാതം തന്നെയല്ലേ ഇനി സംസ്ഥാന സർക്കാരിന് നേരിടേണ്ടി വരിക? വിഷ്ണു, ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ്. കാരണം ഗവർണറെ സംബന്ധിച്ചിടത്തോളം ഗവർണർ എന്ന് പറയുന്നത് ഭരണഘടനാ തലവനാണ്, ഭരണത്തലവനാണ്. ഒരു സംസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം ആ ഭരണത്തിന് നേതൃത്വം നൽകുന്ന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനാ തലവനെയും ഭരണത്തലവനെയും സംരക്ഷിച്ചു പിടിക്കേണ്ട, സുരക്ഷ ഒരുക്കേണ്ട എല്ലാ ഉത്തരവാദിത്വവും ആ സർക്കാരിന് തന്നെയാണുള്ളത്. അപ്പോൾ സർക്കാർ ഒരുക്കിയ സുരക്ഷ അത്രമാത്രം പോരാ എന്നുള്ളത് കൊണ്ട് അത് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കണം ഗവർണറെ ഇങ്ങോട്ട് അയച്ച ആ സംവിധാനം തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തന്നെ ഇപ്പോൾ ഗവർണർക്ക് കൂടുതലായിട്ടുള്ള ഒരു സുരക്ഷ വേണമെന്നൊരു തീരുമാനമെടുക്കുകയും Z+ കാറ്റഗറിയിലേക്കുള്ള ഒരു സുരക്ഷ ഒരുക്കാൻ തയ്യാറായിരിക്കുകയും ചെയ്യുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നേരത്തെ തന്നെ ഞാൻ സൂചിപ്പിച്ചതാണ്, ഈ ഗവർണർ എന്ന് പറയുന്നത് ഗവർണർക്ക് ഉള്ള പദവികൾ അത് സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. ഈ നിയമസഭാ സമ്മേളനം ആരംഭിക്കുമ്പോൾ ഭരണഘടനാപരമായിട്ട് നയപ്രഖ്യാപനം നടത്തുക എന്നുള്ള ഉത്തരവാദിത്തം അത് ഗവർണറുടെയാണ്. നയപ്രഖ്യാപനത്തിലേക്ക് എത്തുമ്പോൾ തന്നെ പക്ഷേ സർക്കാരിനോടുള്ള നയം എന്താണ്, താനുമായിട്ടുള്ള അടുപ്പം എത്ര മാത്രമാണ് എന്നതാണ് ആ നയപ്രഖ്യാപന വേദിയിലും നയം വ്യക്തമാക്കി ഗവർണർ മുന്നോട്ട് വെച്ചത്. കാരണം നേരത്തെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ അതിന്റെ തുടർച്ച എന്ന നിലയ്ക്ക് തന്നെയാണ് ഇന്നലെ ഉണ്ടായ റിപ്പബ്ലിക് പരേഡ് ദിനത്തിൽ പോലും അദ്ദേഹം നടത്തിയ പ്രസംഗം. അത് ആ കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള ഒരു ഖണ്ഡികയായി തന്നെ അദ്ദേഹം വിശദീകരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. ജി ഗോവിന്ദ പിള്ളയുടെ അടക്കമുള്ള കവിതകൾ പോലും ഉദാഹരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭരണഘടനാ മൂല്യങ്ങൾ എത്രമാത്രമാണ് എന്നുള്ള വാക്കുകൾ പോലും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. പക്ഷേ ആ ഗവർണറെ ഒരു ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് അധിക നാളൊന്നും ഒരു സർക്കാരിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കാരണം ഈ സർക്കാരിന് നേതൃത്വം നൽകുന്നതിൽ ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ തന്നെയാണ് കേരളത്തിൽ അധികാരത്തിലുള്ളത്, അതിലൊന്നും ഒരു സംശയവുമില്ല. പക്ഷേ ആ സർക്കാർ എന്ന് പറയുന്നത് ഗവർണറാണ് ഞങ്ങൾക്ക് ഈ നാട് ഭരിക്കാനുള്ള മാൻഡേറ്റ് ഈ ജനങ്ങൾ തന്നിട്ടുണ്ട് എന്ന് അറിയിക്കുന്ന, അതിന് ആ സർക്കാർ രൂപീകരണത്തിലേക്ക് ആ ജനപ്രതിനിധികളെ ക്ഷണിക്കുന്നതും ഒക്കെ തന്നെ സർക്കാരാണ്, ഈ ഗവർണറാണ്. അപ്പോൾ ഗവർണറും സർക്കാർ ബന്ധം എന്ന് പറയുന്നത് തന്നെ ഒരു പൊക്കിൾക്കൂടി ബന്ധം പോലെയാണ്. അപ്പോൾ ഗവർണറെ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ന് പുഞ്ചിരിയോടെ പരിഹാസത്തോടെ ഒക്കെ തന്നെ കടന്നുപോയ മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ ആ പരിഹാസത്തിന്റെ വർഷങ്ങൾ ചൊരിഞ്ഞ വി ശിവൻകുട്ടി അടക്കമുള്ള മന്ത്രിമാർക്കൊന്നും തന്നെ അത് നിൽക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമായി മുന്നിൽ നിൽക്കുന്നത്. പക്ഷെ ഗവർണർക്കെതിരെ കോടതിയിലടക്കം സമീപിക്കുന്ന ഒരു ചരിത്രം ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. എന്തായാലും വരും മണിക്കൂറുകൾ കലാപകലുഷിതമായിട്ടുള്ള മണിക്കൂറുകൾ തന്നെയായിരിക്കും. സർക്കാർ പോര് കൂടുതൽ രൂക്ഷമാകുന്നു. ഗവർണർ നേരത്തെ നിലമേലിൽ സൂചിപ്പിച്ചതുപോലെ വാടകയ്ക്കെടുത്തെത്തിയ സർക്കാരിന് വേണ്ടി കുഴലൂതുന്ന കുറെ ആൾക്കാർ തനിക്കെതിരെ അക്രമം അഴിച്ചുവിടാൻ, ഈ നാടിന്റെ ക്രമസമാധാനം തകരാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള പരാമർശം ഉണ്ടാകുന്നു. പക്ഷെ ആ പരാമർശത്തെയൊക്കെ തന്നെ കൂടുതൽ അക്രമോത്സിതമായിട്ടാണ് SFI നോക്കിക്കാണുന്നത്. എന്തായാലും വരും മണിക്കൂറുകൾ നിർണായകമാണ്. SFI ഗവർണർ പോരിനും അപ്പുറത്തേക്ക് സർക്കാരിന്റെ സുരക്ഷ ഒരുക്കലുള്ള വീഴ്ച, കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ച എല്ലാം തന്നെ കൂടുതലായിട്ട് പരിശോധിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. നമുക്ക് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഈ സർക്കാർ തന്നെ പിരിച്ചുവിടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. EMSന്റെ കാലത്ത് ഈ കേരളത്തിൽ ഇതിനു മുമ്പ് സർക്കാരുകൾ പിരിച്ചുവിട്ട ഒരു ചരിത്രം തന്നെ കേരളത്തിനുണ്ട്. പക്ഷെ ചരിത്രം ആവർത്തിക്കപ്പെടുമ്പോൾ അത് ജനാധിപത്യത്തിന്റെ ആ സമരോത്സവതയൊക്കെ തന്നെ മാറ്റിമറിക്കപ്പെടുന്നതാണ്. എങ്കിൽ പോലും പക്ഷേ ആ തരത്തിലേക്കും കേരളത്തിന്റെ ക്രമസമാധാന പ്രശ്നം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. കേരളത്തിൽ ഏറ്റവും പ്രഥമ പൗരനു പോലും സുരക്ഷിതമായി റോഡുകളിലൂടെ യാത്ര ചെയ്യാൻ സാധിക്കുന്നില്ല എന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ ആ സ്ഥിതിവിശേഷത്തെ ചൂണ്ടിക്കാട്ടി കൂടുതൽ നടപടിയിലേക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് പോകേണ്ടി വരും. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലാണ് ഓരോ
സംസ്ഥാനത്തിന്റെയും ഗവർണർ വരുന്നത്. അപ്പോയിന്റ്മെന്റ് ഒക്കെ തന്നെ രാഷ്ട്രപതിയാണ് നടത്തുന്നതെങ്കിൽ പോലും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനു കീഴിലാണ് ഗവർണർ സിസ്റ്റം ഒക്കെ തന്നെ വരുന്നത്. അതുകൊണ്ട് ഓരോ സംസ്ഥാനത്തിന്റെ ലോ ആൻഡ് ഓർഡർ സംരക്ഷിക്കേണ്ടതും യൂണിയൻ ടെറിട്ടറി എന്ന നിലക്ക് അത് കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ കേന്ദ്രം ആ തരത്തിൽ ഏതെങ്കിലും ഒരു നിലപാടിലേക്ക് പോകുകയാണ് എങ്കിൽ വരും മണിക്കൂറുകൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് നിർണായകമായിരിക്കും. പക്ഷേ ആ നിർണായകമായ ഒരു നൂൽപ്പാലത്തിലൂടെ ആയിരിക്കും വരും മണിക്കൂറുകളിലുള്ള പിണറായി സർക്കാരിന്റെ മുന്നോട്ട് പോക്ക് എന്നതുകൂടി സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു. വിഷ്ണു.